240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് പാതവക്കിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കടന്നു പോകുന്നതിന് 8 സെക്കൻഡ് വേണം അല്ലെ. വൃക്ഷത്തെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം ട്രെയിനിന്റെ നീളം തന്നെയല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം 8 സെക്കൻഡ് കൊണ്ട് 240 മീറ്റർ സഞ്ചരിക്കും എന്നല്ലേ അർത്ഥം. ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ 240 മീറ്റർ നീളമുള്ള തീവണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 240 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ് കൊണ്ട് 240 മീറ്റർ സഞ്ചരിക്കും എന്നല്ലേ അർത്ഥം. വൃക്ഷത്തെ കടന്നു പോകാൻ സഞ്ചരിക്കുന്ന ദൂരം ട്രെയിനിന്റെ നീളമാണ്. അപ്പം വൃക്ഷത്തെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തു പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം സഞ്ചരിക്കാൻ 8 സെക്കൻഡ് എടുത്തു എന്ന അർത്ഥം. അപ്പൊ 8 സെക്കൻഡ് കൊണ്ട് 240 മീറ്റർ സഞ്ചരിക്കും. എങ്കിൽ 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം എത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം. 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം സഞ്ചരിക്കണമെങ്കിൽ 600 സഞ്ചരിക്കണം, 240 സഞ്ചരിക്കണം. കാരണം പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂട്ടുന്ന. അപ്പം ട്രെയിനിന്റെ നീളം 240, പ്ലാറ്റ്ഫോമിന്റെ 600 എങ്കിൽ ആകെ കടന്നു പോകാൻ 840 മീറ്റർ സഞ്ചരിക്കണം. അതിന് എത്ര സമയം വേണമെന്നറിയാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, 8 സെക്കൻഡിൽ 240 മീറ്റർ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ 840 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 840 × 8 ഡിവൈഡഡ് ബൈ 240 എന്ന് കിട്ടും. 0 0 വെട്ടിപ്പോയി, ഇവനെയും വെട്ടിക്കളയാം 3 തവണ. 8ൽ 3 2 തവണ, 24ൽ 8 തവണ. ആൻസർ 28 സെക്കൻഡ് എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് വേഗം ചെയ്യാം. ഒന്നുകൂടെ പറയട്ടെ ചെയ്തത്. ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ 8 സെക്കൻഡ് വേണം. വൃക്ഷത്തെ കടക്കുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ട്രെയിനിന്റെ നീളം സഞ്ചരിക്കാൻ 8 സെക്കൻഡ് വേണമെന്നല്ലേ. അപ്പൊ ഈ ട്രെയിൻ 8 സെക്കൻഡ് കൊണ്ട് 240 മീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണമെന്നാ. 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 600 സഞ്ചരിക്കണം, ട്രെയിനിന്റെ നീളം 240 സഞ്ചരിക്കണം. അപ്പൊ 840 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കണം. 240 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ്, 840 മീറ്റർ സഞ്ചരിക്കാൻ എത്ര, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ശരി.